വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. കെ. വിശ്വനാഥ്. പാഠസംഗ്രഹം. സ്പോർട്സ് ഫീച്ചർ വിഭാഗത്തിൽ പെടുന്നതാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. ഈ ഫീച്ചറിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗം സച്ചിൻ ടെണ്ടുൽക്കറുടെ വിടവാങ്ങൽ ചടങ്ങിന്റെ ഹൃദയസ്പർശിയായ വിവരണവും രണ്ടാം ഭാഗം 1989 നവംബർ 15-ന് കറാച്ചിയിൽ പാകിസ്ഥാനെതിരെ കളിച്ചു തുടങ്ങിയ സച്ചിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് രംഗത്തെ പ്രകടനങ്ങളെക്കുറിച്ചുള്ള വിശകലനവും. നവംബർ 16, 2013. സൂര്യൻ മറൈൻ ഡ്രൈവിനപ്പുറം കടലിലേക്ക് താഴ്ന്നു തുടങ്ങി. വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ പടവുകളിൽ ആളൊഴിഞ്ഞു. ലേഖകൻ പച്ചപ്പുല്ല് വിരിച്ച മൈതാനത്തേക്ക് പതുക്കെ ഇറങ്ങി നടന്നു. നടുവിലെ 22 വാരയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്തു. അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. അല്പം മുമ്പാണ് വലിയൊരു മനുഷ്യന്റെ കണ്ണുനീർ ആ മണ്ണിൽ വീണത്. ആ മണ്ണ് തൊട്ടാണ് അദ്ദേഹം നെറ്റിയിൽ വെച്ചത്. 24 വർഷവും ഒരു ദിവസവും മുമ്പ് ആരംഭിച്ച സ്വപ്നതുല്യമായ ആ പ്രയാണമാണ് ഇവിടെ അവസാനിച്ചത്. ചുറ്റും കൂടി നിന്ന് കൂട്ടുകാർ 2 ഭാഗത്തായി നിരന്നു നിന്ന് ക്രിക്കറ്റിന്റെ ദൈവത്തിന് പാതയൊരുക്കി. സ്മരണകൾ തുടിക്കുന്ന മൈതാനത്ത് നിന്ന് ഊരിയെടുത്ത് പച്ചമണ്ണിന്റെ നനവുമാറാത്ത സ്റ്റമ്പ് ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകരോട് സച്ചിൻ യാത്ര പറഞ്ഞു. ഇത്ര വികാരനിർഭരമായ യാത്രയയപ്പ് ഇന്ത്യയിലെ ഒരു കായിക താരത്തിനും ഇന്നേവരെ ലഭിച്ചിട്ടുണ്ടാവില്ല. അനേകം മഹത് വ്യക്തികൾ നേരിട്ടും സന്ദേശത്തിലൂടെയും സച്ചിന് മംഗളങ്ങൾ നേർന്നു. സച്ചിന്റെ മറുപടി കേട്ടുനിന്നവരുടെ ഹൃദയത്തിൽ തറച്ചു. നന്ദി പറയേണ്ടവരോടെല്ലാം അത് പറഞ്ഞേ തീരൂ എന്ന് സച്ചിന് നിർബന്ധമുണ്ടായിരുന്നു. പേരുകൾ വിട്ടുപോകാതിരിക്കാൻ എഴുതി തയ്യാറാക്കിയ ലിസ്റ്റുമായാണ് അദ്ദേഹം വന്നത്. സഹകളിക്കാർ സച്ചിനെ ചുമലിലേറ്റി നടന്നു. എല്ലാം അവസാനിച്ചപ്പോൾ പതുക്കെ മൈതാനത്തിന്റെ നടുവിലേക്ക് നടന്നു. തന്റെ കരിയറിലെ നിർണായക വഴിത്തിരിവുകൾക്ക് വേദിയായ വാങ്കഡെയിലെ വിക്കറ്റിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് നെറ്റിയിൽ വെച്ചു. അപ്പോൾ ലിറ്റിൽ മാസ്റ്ററുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അത് തുടച്ച് ഭവനിലേക്ക് നടക്കുമ്പോൾ വാങ്കഡെയിൽ കണ്ണീരൊഴുക്കാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. കണ്ണീരുണങ്ങുന്നതിനു മുമ്പാണ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം സച്ചിന് സമ്മാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്തോഷവാർത്ത എത്തിയത്. 1989 നവംബർ 15-ന് കറാച്ചിയിൽ പാകിസ്ഥാനെതിരെ ടെസ്റ്റിൽ കളിച്ചുകൊണ്ടാണ് സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത്. 24 വർഷങ്ങളാണ് അദ്ദേഹം ക്രീസിൽ നിന്നത്. റെക്കോർഡുകൾ ഏറെ വാരിക്കൂട്ടി. അദ്ദേഹം ഓടിത്തീർത്ത ദൂരങ്ങൾ എത്ര വലുതായിരുന്നു! കളി മടുത്തിട്ടല്ല അദ്ദേഹം നിർത്തുന്നത്. സച്ചിന്റെ ഭാര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സച്ചിൻ ഇല്ലാത്ത ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനാവും, പക്ഷേ ക്രിക്കറ്റ് ഇല്ലാത്ത സച്ചിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. വാങ്കഡെ സ്റ്റേഡിയത്തിൽ കളിച്ചവസാനിച്ച അന്താരാഷ്ട്ര ഇന്നിംഗ്സ് പോലും ക്രിക്കറ്റ് എന്ന കളിയോടുള്ള സച്ചിന്റെ സ്നേഹം വ്യക്തമാക്കുന്നതാണ്. സച്ചിൻ പുറത്തായപ്പോൾ വാങ്കഡെ നിശബ്ദമായി. പിന്നെ ത്രിവർണ്ണ മുദ്രയുള്ള ആ ബാറ്റ് ഒരിക്കൽ കൂടി വായുവിൽ ഉയർന്നു. ഭവനിലേക്കുള്ള മടക്കയാത്ര ബൗണ്ടറി വര കടക്കും മുമ്പ് സച്ചിൻ തിരിഞ്ഞു നോക്കി. വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഭവനിലേക്കുള്ള ഓരോ പടവ് കയറുമ്പോഴും ഇനിയൊരു തിരിച്ചിറക്കമില്ല എന്ന വസ്തുത സച്ചിനെ വേദനിപ്പിച്ചിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.